അമിത് പരപ്പ തുടരുന്നുണ്ട്. ശ്രീ അമിത് പരപ്പ, ഈ ബദൽ സംവിധാനങ്ങൾ വേണം എന്നൊക്കെയുള്ള ആവശ്യം നേരത്തെ അങ്ങ് സംസാരിക്കുന്നുണ്ടായിരുന്നു. ഈ ബദൽ സംവിധാനങ്ങൾക്കപ്പുറത്ത് ഓരോ അവധിക്കാല സീസണിലും, ഇതിപ്പോൾ ഈ അവധിക്കാലം വരുന്നുണ്ട്, സ്വാഭാവികമായും വിമാന കമ്പനികൾ ടിക്കറ്റ് നിരക്ക് കൂട്ടും. അത് അറിയാവുന്ന ഒരു കാര്യമാണ്. എല്ലാ സീസണിലും ഈ തീവട്ടിക്കൊള്ള നടക്കുന്നതാണ്. ഇപ്പോൾ കഴിഞ്ഞ കാലങ്ങളിൽ നിന്ന് വിഭിന്നമായി ഇപ്പോൾ വിമാനം റദ്ദാക്കുന്നതും ക്യാൻസൽ ചെയ്യുന്നതും വൈകുന്നതും ഒക്കെ പുതിയൊരു സാഹചര്യമാണ്. അപ്പോൾ ഈ വിമാന നിരക്ക് വർധനത വരാനിരിക്കുന്നു എന്ന് നമ്മുടെ മുന്നിലുള്ളതാണ്. അത് മുൻകൂട്ടി കണ്ടുകൊണ്ട് എന്തുകൊണ്ടാണ് എംബസി തലത്തിലുള്ള ഒരു ഇടപെടൽ നടക്കാത്തത്? വ്യോമയാന മന്ത്രാലയ തലത്തിൽ അങ്ങനെ ഒരു ഇടപെടൽ നടക്കാത്തത് എന്തുകൊണ്ടാണ്? അപ്പോൾ ഇത് അവിടുത്തെ വിവിധ, ഇപ്പോൾ UAE-യിലായാലും വിവിധ ഗൾഫ് രാജ്യങ്ങളിലായാലും ഒക്കെ അവിടെയൊക്കെ വിവിധ എംബസി അപ്പെക്സ് ബോഡികളും ഈ പ്രവാസി സംഘടനകളും ഒക്കെ ഉണ്ടല്ലോ. അവരുടെ ഭാഗത്തു നിന്നൊക്കെ കൃത്യമായി പ്രഷർ ചെലുത്തുന്നില്ലേ, പ്രഷർ പോകുന്നില്ലേ ഈ എംബസിയിലേക്കൊക്കെ? അതിലേക്കാണ് ഞാൻ വന്നത്. നമ്മളിപ്പോൾ ICF വ്യക്തമായ നിവേദനം ഉത്തരവാദപ്പെട്ട ആളുകൾക്ക് നൽകിയിട്ടുണ്ട്. എനിക്ക് തോന്നുന്നത് എല്ലാ പ്രവാസി സംഘടനകളും കൂട്ടായി ചേർന്നുകൊണ്ട് മുമ്പൊരിക്കൽ മറ്റേ KC വേണുഗോപാലൊക്കെ മിനിസ്റ്ററിൽ ഉണ്ടായിരുന്ന സമയത്ത് ഇവിടുത്തെ എല്ലാ സംഘടനകളും ഡൽഹിയിൽ പോയി ഒരു കൂട്ടായ ശ്രമം നടത്തിയിരുന്നു. എന്നതുപോലെ ഒരു കൂട്ടായ ശ്രമം ഒരു ഭാഗത്ത് നടക്കേണ്ടതുണ്ട്. അതുപോലെ ഇതിപ്പോൾ ഈ ഒരു മലയാളിയെ സംബന്ധിച്ചിടത്തോളം അല്ലെങ്കിൽ ഒരു കേരളീയനെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾ നോക്ക്, ഏത് സമയത്താണ് സീസൺ അല്ലാതെ വരുന്നത്? ഒന്നുകിൽ പെരുന്നാൾ, അല്ലെങ്കിൽ ഓണം, അല്ലെങ്കിൽ ക്രിസ്മസ്, അല്ലെങ്കിൽ വെക്കേഷൻ, അല്ലെങ്കിൽ നാട്ടിൽ വെക്കേഷൻ. ഇത് നോക്കിയാൽ വർഷത്തിൽ ഏത് ദിവസവും ഇങ്ങനെ തന്നെയാണ്. പിന്നെ നമ്മളിപ്പോൾ ഒരു ആവശ്യത്തിന് പോകുമ്പോൾ ടിക്കറ്റ് ഏത് സമയത്താണ് കുറവ് എന്ന് നോക്കിയിട്ട് മാത്രം പോകാൻ പറ്റുമോ? അതൊരിക്കലും പ്രായോഗികമല്ല. അപ്പം നമുക്കതൊരു ഒന്നുമില്ലെങ്കിൽ ഒരു സ്റ്റാൻഡേർഡ് ലെവലിലേക്കെങ്കിലും ആ പ്രൈസ് പിടിച്ചു നിർത്താൻ സാധിക്കണം. അപ്പം അതിന് ഗവൺമെൻറ് ഇപ്പം പറയും ഞങ്ങൾക്കൊന്നും ഇതിൽ ചെയ്യാൻ കഴിയില്ല എന്ന്. നമ്മൾ മാക്സിമം നമുക്ക് കിട്ടുന്ന മറുപടി അതാണ്, നമ്മൾക്ക് ഒന്നും ചെയ്യാൻ കഴിയില്ല, അതൊക്കെ വിമാന കമ്പനികളാണ് തീരുമാനിക്കുന്നത് എന്ന്. അതൊരിക്കലും ശരി. അതിന് വ്യക്തമായ നിയമ നടപടി സർക്കാരിന് സ്വീകരിക്കാൻ കഴിയും. മറ്റൊന്ന്, ഈ വിമാന കമ്പനികൾ ഇങ്ങനെ ടിക്കറ്റ് എടുത്ത് യാത്രക്കാരെ വലക്കുന്ന രീതിയിൽ വിമാനങ്ങൾ റദ്ദാക്കുമ്പോൾ അതിൽ ശക്തമായ നടപടി ഗവൺമെൻറ് നിയമം കൊണ്ടുവരണം. അങ്ങനെ റദ്ദാക്കിയാണെങ്കിൽ യാത്രക്കാർക്ക് നഷ്ടപരിഹാരം നൽകണം. അങ്ങനെയുള്ള ചില നടപടികൾ തീരുമാനിച്ചാൽ കുറേയൊക്കെ അതിനൊരു മാറ്റം ഉണ്ടാകുമെന്നാണ് ഒരു സൂക്ഷ്മത കാണിക്കുമെന്നാണ് എനിക്ക് തോന്നുന്നത്. അതുപോലെ കപ്പൽ സർവീസ് എന്ന് പറയുന്നത് കേട്ടു, എന്തായെന്ന് അറിയില്ല. ഇങ്ങനെ ബദൽ സംവിധാനങ്ങൾ ഉണ്ടാക്കുകയും ഉള്ളതിനെ ഒരു സ്റ്റാൻഡേർഡ് ലെവലിലേക്കെങ്കിലും ഈ ടിക്കറ്റ് നിരക്ക് പിടിച്ചു നിർത്താൻ സാധിക്കണം. അങ്ങനെ ആകുമ്പോഴാണ് പ്രവാസികൾക്ക് അവരുടെ ഒരു സമാധാനത്തോടെ യാത്ര ചെയ്യാൻ കഴിയും. അല്ലാതെ ഏത് സമയത്താണ് അവർക്ക് ടിക്കറ്റ് ചാർജ് കുറവ് എപ്പോഴാണ് നോക്കിയിട്ട് ഒരാൾ ആവശ്യത്തിനനുസരിച്ചല്ലാതെ പോകാൻ പറ്റുമോ? അപ്പൊ ഇപ്പൊ ഈ 400-ൻ്റെത് 2000 ഒക്കെ ആകുമ്പോൾ അതൊരു മിഡിൽ ലെവലിലേക്ക്, അതായത് ഒരു താഴ്ന്ന ലെവലിലേക്ക് മാക്സിമം ചുരുക്കിയിട്ടൊരു സ്റ്റാൻഡ് എല്ലാ സമയത്തും ഒരേ രീതിയിലാക്കുന്ന ഒരു സംവിധാനങ്ങൾ ഗവൺമെന്റ് ഇടപെട്ട് ചെയ്യണമെന്നാണ് ഞങ്ങൾക്ക് പറയാനുള്ളത്. അതോടൊപ്പം